ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, മാഷാഅല്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 5:40 ആ ടൈമിലൊക്കെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയിലും കുറച്ച് നേരത്തെ ഇട്ടാൽ പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ രാവിലെ ഒന്നും അധികം വരില്ല കേട്ടോ പുറത്തെ കിച്ചണിലേക്ക്. അപ്പോൾ ഇന്നിതാ പിന്നെ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തിയും കുട്ടികളും അതുപോലെ ഉമ്മ ഉണ്ട്, പിന്നെ ആങ്ങളുടെ മോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടാക്കും, പിന്നെ അനിയത്തിൻ്റെ മോൾക്കും ആങ്ങളുടെ മോൾക്കും സ്കൂളിൽ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് 6:30 ആകുമ്പോഴത്തേന് പോവാണ്. അപ്പോൾ അവർക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് പിന്നെ നമ്മൾ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ചുടാൻ വിചാരിച്ചു. പിന്നെ ആദ്യം ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കാൽച്ചായൊക്കെ കൊടുത്ത് അതിന് ശേഷം ഞാനിതിപ്പം പിന്നെ ദോശ കുട്ടികൾക്ക് മാത്രം ആദ്യം ചുടാന്നുള്ളതിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദോശ ആകുമ്പോൾ ചൂടോട് കൂടി കഴിക്കണതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മക്കൾക്ക് മാത്രം ഞാൻ 4-5 ആദ്യം ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ദോശക്ക് മാവ് അരച്ച് വെക്കുമ്പോൾ തലേന്ന് തന്നെ ഉപ്പിട്ടേക്കൂല കേട്ടോ. നമ്മൾ ഉഴുന്ന ദോശ ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ട് കഴിച്ചാൽ നല്ല പുളിയായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചൂടാൻ ടൈമിൽ ഉപ്പിടുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ഇതാ ദോശയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ദോശ ഓരോന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കറിയായിട്ട് ഞാൻ തലേന്ന് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന്, മക്കൾക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ ചായ കുടിക്കുമ്പോഴത്തേന് നമുക്ക് ചട്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളതിലായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്ക് പിന്നെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കൊടുക്കാമെന്നുള്ളതിലാണ്. പക്ഷേ ആ ഒരു കറിയൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരിങ്ങനെ നല്ല ചൂടോട് കൂടി തന്നെ നല്ല നെരിവോട് കൂടി തന്നെ ദോശ കഴിക്കാൻ ചെയ്തത്. പിന്നെ ഇതിൽ ഞാൻ നെയ്യൊക്കെ പുരട്ടിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ ചൂടോട് കഴിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ കറി തിന്നോ? ഓട്ട കുട്ടിനോട്ട് ഞാൻ വെച്ചോ. ആ പൈസ അവിടെ വെച്ച് പൈസ വാച്ചൊക്കെ പുറത്തുനിന്ന് കിട്ടിയ പോലെ ഫുള്ള് യൂണിഫോം പൈസ കളയണ്ട, ബാക്കി അങ്ങനത്തെ. അപ്പോൾ രണ്ടാൾ പോയിട്ട് അപ്പോൾ ഒരു 7:15 കഴിക്കുന്ന പോകുമ്പോൾ നേരം വൈകിയാണ്. പക്ഷെ അവർക്ക് 8:30 ആകുമ്പോഴത്തേന് അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി. രണ്ടുപേർക്കും സ്റ്റിക്കൊക്കെ പിടിച്ച് പോകാൻ നല്ല മടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ രണ്ടാളും പോയി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായയുടെയും പിന്നെ സാവധാനമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചായയുടെയും കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഇവർ അനിയത്തിയും ഉമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്നുള്ളതിൽ പിന്നെ അന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതിൽ തീരുമാനം എടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചെന്നത്തിൽ മന്തിമ്മലാണ് കേട്ടോ. അപ്പോൾ മോനസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ മന്തി. അപ്പോൾ എന്ത് പറഞ്ഞാലും അവന് മന്തി ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ഇതാട്ടോ എനിക്ക്. അപ്പോൾ പിന്നെ മന്തി തന്നെ ആയിക്കോട്ടെ എന്നുള്ളതിൽ പിന്നെ മന്തി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ മന്തിക്കുള്ള ചിക്കനൊക്കെ പിന്നെ കുഞ്ഞിൻ്റെ കൊണ്ടുവന്ന്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ പണിയൊക്കെ സ്പീഡായിട്ടോ.
അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഒന്ന് മസാല വെട്ടി വെച്ചിട്ട് നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്നുള്ളതിൽ പനിയെത്തി പിന്നെ ചിക്കനൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ അവളതൊക്കെ കഴുകുമ്പോഴത്തേന് ഞാൻ ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മന്തിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തിയിലേക്കുള്ള മസാലപ്പൊടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതേപോലെ തന്നെ കുരുമുളക്, മല്ലി എല്ലാം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ജീരകങ്ങളൊക്കെ ഒന്ന് പൊട്ടണ വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇതുപോലെ കഷ്ണാക്കി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ബേ ലീഫ്, അതേപോലെ തന്നെ 4-5 വറ്റൽമുളക് എടുത്തിട്ടൊന്ന് നല്ലൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കട്ടെ. ചെറിയ ചൂടോട് കൂടിയിട്ടൊന്ന് നല്ലൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിൻ്റെ പകുതി മുക്കാലിലേറെ ഞാൻ പൊടി പിന്നെ ബോളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പിന്നെ വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ, നമ്മൾ അൽഫാമിനൊക്കെ എടുക്കൂലേ അതുപോലെ വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുത്ത ചിക്കനിലേക്കുള്ള മസാല ഞാൻ പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകുമ്പോൾ തന്നെ ഫോർക്ക് കൊണ്ട് നല്ലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ്റെ ഉള്ളിലേക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ആ പൊടി ഇട്ടതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര്, പിന്നെ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നമ്മൾ റൈസിലേക്ക് മാത്രമുള്ള ക്യൂബുകളായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് കുഴച്ച് വെക്കട്ടെ. തൈര് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാൻ അവിടെ ചിക്കൻ നല്ലൊന്ന് മസാല പെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്തായാലും 2-3 മണിക്കൂർ വെക്കണം. അപ്പോൾ നമ്മൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെ ക്ലീനിങ് പരിപാടി കഴിയുന്ന വരെ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് കല്ലിലൊക്കെ അലക്കാണ്ടായിരുന്നു. കുഞ്ഞിലാൻ്റെ വൈറ്റ് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, മക്കളെ സ്കൂൾ പൂട്ടി 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. സ്കൂൾ യൂണിഫോമൊക്കെ ഒന്ന് കല്ലിലിട്ട് അലക്കാന്നുള്ളതിൽ ഞാൻ പിന്നെ അങ്ങനെ പിന്നെ അലക്കൽ പരിപാടി തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അലക്കണ കല്ലിൻ്റെ അവിടെ കുറച്ച് ടൈം കഴിഞ്ഞാൽ നല്ല വെയിൽ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ അതോടെ കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ. അപ്പോൾ ഞാനിത് രാവിലെ പുതിർത്തി വെച്ചതായിരുന്നു. സോപ്പ് പൊടിയിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ കഴിയുമല്ലോ അലക്കൽ. അങ്ങനെയൊക്കെ ഓക്കെ. പൊടിയാ ക്യാമറയൊക്കെ ഒരായി അഞ്ചാ അണ്ടോക്കടി. ആ തുണി പോര്. ഇനിയിപ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടിയും കുളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കാൻ ഒരുങ്ങണത്. ഇനിയിപ്പോൾ നമ്മൾ മസാല പൊട്ടി വെച്ച ചിക്കനില്ലേ, അത് 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മസാല പൊട്ടി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ടൈമില്ലായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളേ. ഇനിയിപ്പോൾ ഞാനിതാ നമ്മളെ ചിക്കന് പിന്നെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീമർ അതിൻ്റെ മേലെ വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 പീസൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ചിക്കന് വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം വേണം. എങ്ങനെയായാലും 1 മണിക്കൂർ അടുത്ത് വേണം. കുറച്ചധികം പീസില്ലേ, വലിയ പീസായതുകൊണ്ട് തന്നെ പിന്നെ 3-4 പീസൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അധികം വെയിറ്റ് ചെയ്തൊന്നുമില്ല, വേഗം വേവിച്ചെടുക്കും. അപ്പോൾ ഈ വെന്ത ചിക്കൻ നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നെരിച്ച് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അതിൽ വെന്ത ചിക്കന് എണ്ണയിലേക്ക് അപ്പം തന്നെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് പിന്നെ നെരിച്ചെടുക്കണ്ടേ.
ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് റൈസ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഈ വെള്ളം കൂട്ടി അളന്നിട്ടാണ് ഞാൻ വെള്ളം വെക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതാ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്ര ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാ മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജീരകം, അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ എല്ലാം ഇട്ടിട്ട് ഒന്ന് വെച്ചെടുക്കുക. ജീരകങ്ങളൊക്കെ ഒന്ന് പൊട്ടണ വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇനി പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ടാക്കി വെച്ചിരുന്നു, ചെറുതാക്കി കട്ടാക്കി വെച്ചിരുന്നു. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒന്നൊന്ന് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂട്ടി വന്നതിന് ശേഷം ഞാൻ ഒരു സവാള, ചെറിയൊരു സവാള ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല വാട്ടിയെടുക്കുന്നുണ്ട്. സവാള നല്ല ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ക്യാപ്സിക്കം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് ചെറിയ ക്യാപ്സിക്കമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് പിന്നെ വാട്ടിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ക്യാപ്സിക്കം. അപ്പോൾ ക്യാപ്സിക്കം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പോട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അളന്ന് വെച്ച വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിന് ഒരു പാത്രം ആണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല വെള്ളം തിളപ്പിച്ചതിന് ശേഷം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ക്യാപ്സിക്കം എല്ലാതും വെന്തതല്ലേ, അപ്പോൾ ഞാൻ നല്ല വെള്ളം തിളപ്പിച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാത്രം അരി എടുത്താൽ 1.5 പാത്രം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ 2 മാഗി ക്യൂബ് ഇതുപോലെ കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു നാരങ്ങ ആയിരുന്നു കേട്ടോ. അതിൻ്റെ നീര് മുഴുവനായിട്ട് തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അരി ഞാൻ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. പിന്നെ ഞാനത് ഊറ്റിയെടുത്തിട്ട് പിന്നെ വെള്ളം നല്ല പോയതിന് ശേഷം കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ റൈസ് ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ സ്റ്റൗ. അതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിയില, പുതിനയിലൊക്കെ കട്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ റൈസ് ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ പിന്നെ സ്റ്റൗ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടും ചെറിയ തീയിൽ കിടന്നിട്ടാണ് പിന്നെ നമ്മൾ റൈസ് മുഴുവനായിട്ട് വേവാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആവണ നേരം കൊണ്ട് കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മയോണൈസ് റെഡിയാക്കൽ, തക്കാളി ചട്നി അതൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ നമ്മളെ റൈസ് പാകത്തിന് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനില്ലേ അത് ഓരോന്നും ഇങ്ങനെ നേരത്തെ വെച്ചെടുക്കണം. അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ടൈമിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ മന്തിക്ക്. അപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം നമ്മൾ മിൽമൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കുറവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ ഞാൻ ഓരോന്ന് എടുത്തിട്ട് വെച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കണൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കണൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് റൈസും ചിക്കനൊക്കെ ഒന്ന് പുകയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കലായും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ.